ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഒരു 4-5 കൊല്ലത്തിനിടയിലാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് വേണമെങ്കിൽ പറയാം. വളരെ ഞെട്ടിപ്പോയി. മീൻസ് പുള്ളിക്കാരൻ്റെ ഇതിന് മുന്നത്തെ കിടിലൻ ത്രില്ലർ കണ്ടിട്ടുള്ള ബൈസൈക്കിൾ ജീസ. എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബെസ്റ്റ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. പുള്ളിയുടെ ചെയ്തിട്ടുള്ള പടങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ വിജയ് സൂപ്പർ പൗർണമിയും പിന്നെ സൺഡേ ഹോളിഡേ ആണ്. അടിപൊളി സിനിമ, വളരെ ശക്തമായിരുന്ന തിരക്കഥയും ഞാൻ കുറേ കാലം കൂടി കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഒരു 4-5 കൊല്ലത്തിനിടയിലാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഒരു പഴുതില്ലാത്ത ഒരു തിരക്കഥയാണ്. അവസാന നിമിഷം വരെയും സസ്പെൻസ് സൂക്ഷിക്കുന്ന സിനിമയാണ്. ഒരു കേസ് സ്റ്റോറിയാണ്. അത് നമുക്കൊരു പിടിയും തരില്ല. ഈ അവസാനം സിനിമയുടെ ഒരു അവസാനത്തെ 10 മിനിറ്റിൽ മാത്രമേ അതിൻ്റെ ഒരു ഇത് റിവീൽ ചെയ്യുള്ളൂ. കിളിയൊന്നുമല്ല, നമ്മൾ അതിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. അത്ര നല്ല ഫിലിമാണ്. എന്താണ് ഇഷ്ടപ്പെട്ടെന്തോ പടത്തിൽ? എല്ലാം നല്ല നല്ല മേക്കിംഗ് ഒക്കെ. രണ്ടുപേരും ഈക്വലി നല്ല ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും പോർത്തൊഴിൽ കണ്ടു കിട്ടിയ പോലത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ. നായികമാർക്ക് വലിയ റോളില്ല. മിക്കവാറും ഈ ബിജു മേനോനും ആസിഫ് അലിയും തന്നെ എന്നാലും കിടില എക്സ്പീരിയൻസ്. അല്ല വളരെ ഞെട്ടിപ്പോയി. മീൻസ് പുള്ളിക്കാരൻ്റെ ഇതിന് മുന്നത്തെ കിടിലൻ ത്രില്ലർ കണ്ടിട്ടുള്ള ബൈസൈക്കിൾ ജീസ. അതിന് ശേഷം കിട്ടിയൊരു നല്ലൊരു കിടിലം ഇടയിൽ പെട്ടുപോയി. പക്ഷെ എന്നാലും മിക്കവാറും അന്വേഷിപ്പിങ് കണ്ടെത്താൻ അത് അധികം കളക്ഷൻ കിട്ടാതെ പോയില്ലേ. ഏതാണ്ട് അതും ഇതുപോലെ ആയി പോകുന്നൊരു ഡൗട്ടേ ഉള്ളൂ. പക്ഷെ കിട്ടില്ല എക്സ്പീരിയൻസ് ആണ്. മാക്സിമം കിട്ടില്ലോ എന്ന് പറഞ്ഞാൽ ഞെട്ടിച്ചു. ആദ്യം മുതൽ അവസാനം വരെ കിട്ടില്ല എൻഗേജ്ഡ് ആയിട്ടാണ്. ആക്ച്വലി നമ്മളെന്താ ജിസ്ജോ ആസിഫ് അലി കൂട്ടുകാരായിട്ട് നമ്മൾ ഇത് ഫസ്റ്റ് ടൈം വന്ന് അവർ നിരാശപ്പെടുത്താറില്ല. ബട്ട് എനിക്ക് ചെറിയ ടെൻഷൻ കാരണം കുറച്ച് നാളായില്ലേ പുള്ളി ഒന്ന് ലൈവായിട്ട് കണ്ടിട്ട്. അപ്പം ഫസ്റ്റ് ടൈം പോയപ്പോൾ നമ്മളൊരു ചെറിയ ഇത് എങ്ങനെയാവും എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ ഈ ഫിലിമിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫസ്റ്റ് ടൈം നമ്മൾ കാണുമ്പോഴേ നമ്മൾക്കിത് കണ്ടുവരുമ്പോൾ നമ്മളൊരു സ്റ്റോറി നമ്മൾ ഈ സീൻ കണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യും. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി വ്യത്യസ്തമാണ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്. മാത്രമല്ല ബിജു ചേട്ടനാണെങ്കിലും ആ പോലീസ് കഥാപാത്രങ്ങളും പുള്ളി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആസിഫ് ആണെങ്കിലും ഒരു വലിയൊരു തിരിച്ചറിവെന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഒരുമാതിരി ഇതായിട്ട് തോന്നും. പക്ഷെ എന്നാലും അദ്ദേഹത്തിന് ഒരു നല്ല പെർഫോമറാണ്. പക്ഷേ പുള്ളി ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് പോകാൻ പറ്റും. അതായത് സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ ഈ സിനിമ പിടിച്ചിരുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. പിന്നെ ഇത് എല്ലാവരും പടം കാണുമ്പോൾ ഒരു അയ്യപ്പൻ കോശി റെഫറൻസ് എടുക്കുന്നത് അല്ലാന്ന് അവർ പറഞ്ഞിരുന്നു. അല്ലാന്ന് പറഞ്ഞതിൻ്റെ അതാണ് മറിച്ച് 2 പോലീസുകാരുടെ ഇടയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ വരും. അത് അവരെങ്ങനെ അത് സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഇത് ബ്രോ ഫുള്ള് പടം ത്രൂ ഔട്ട് ഒരു ലാഗെന്ന വാക്കും ഉപയോഗിക്കാൻ പോലും പറ്റത്തില്ല. അത്ര ഫുള്ളി എൻഗേജിങ് ആയിട്ടുള്ളൊരു പടമായിരുന്നു തുടക്കം തൊട്ട് അവസാനം വരെ. അതുപോലെ ഇതിലെ പല സീനുകളിലും മ്യൂസിക്കും കൂടെ കറക്റ്റ് ബ്ലെൻഡായി വന്നുകൊണ്ട് പടം കംപ്ലീറ്റ്ലി അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും തിയേറ്ററിൽ പോയി കാണുന്നത് ഈ അടുത്തിറങ്ങിയാലും വെച്ച് ബ്രോ ഞാൻ പറയാം ഏറ്റവും എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബെസ്റ്റ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. പിന്നെ ഈ സിനിമ എന്തായാലും ഇനിയും ഒരുപാട് പേര് കാണണം. കാരണം ഇതിന് എന്തെങ്കിലും പബ്ലിസിറ്റി എന്തായാലും കിട്ടും. അപ്പോൾ എന്തായാലും ഇത്തരം ഒരു ജിസ്ജോയുടെ ഒരു എക്സ്പെരിമെൻ്റ്. കാരണം പുള്ളി സാധാരണ ഒരു കോമഡി അല്ലെങ്കിൽ ഫീൽ ഗുഡാണ്. അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു പുതിയ എക്സ്പെരിമെൻറ്റ് ചെയ്തതിൽ ആസ് എ ഡയറക്ടർ എൻ്റെ സ്ക്രിക്കർ ചെയ്യുന്ന വ്യക്തി അദ്ദേഹം പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടുണ്ട്. പടം നൈസാണ്. ആക്ച്വലി എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ജിസ്ജോയുടെ കയ്യിൽ ഇങ്ങനൊരു ത്രില്ലർ പടം നിൽക്കുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം പുള്ളിയുടെ ചെയ്തിട്ടുള്ള പടങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ വിജയ് സൂപ്പർ പൗർണമിയും പിന്നെ സൺഡേ ഹോളിഡേ ആണ്. അപ്പോൾ അതൊക്കെ ഒരു ഫീൽ ഗുഡ് പാറ്റേൺ. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ മോഡിലോട്ട് വരുമ്പോൾ പുള്ളി എത്രത്തോളം അത് മികച്ച രീതിയിലാക്കുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ പടം സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് എന്താ പറയുക കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു പടം. അതായത് ഒരുപാട് ട്വിസ്റ്റും ടേണുണ്ട്. നമ്മളിപ്പോൾ മനസ്സിലൊരു സാധനം പ്രതീക്ഷിച്ചിരിക്കും, പക്ഷേ അതായിരിക്കത്തില്ല വരുന്നത്. ഇൻവെസ്റ്റിഗേഷൻ മോഡാണ്. ട്വിസ്റ്റും ടേണൊക്കെ ഒരുപാടുള്ളൊരു പടമാണ്. ആസിഫ് അലിക്ക് ഒരു തിരിച്ചുവരവാണ്. പിന്നെ ബിജു മേനോൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടമാണ്. പടം കൊള്ളായിരുന്നു. നല്ല സിനിമയായിരുന്നു. ആസിഫ് അലി കൊള്ളായിരുന്നു. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബിജു മേനോൻ കൊള്ളായിരുന്നു. ബിജു മേനോൻ ആസിഫ് അലി ആ കോംബോ ആയതുകൊണ്ട് പിന്നെ പടം നല്ല എൻഗേജിന് പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് സ്ക്രീനിൽ കണ്ടെടുക്കാതെ നമ്മൾ നൈസായിട്ട് ആ പടം നമ്മൾ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണ് അടുത്ത് എന്നൊരു ഇതിൽ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ദീപകിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളായിരുന്നു. പ്രത്യേകിച്ച് ക്ലൈമാക്സ് തീം സോങ് അപ്ലൈ ചെയ്തപ്പം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വില്ലൻ ആ ഒരു ട്വിസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. സാധാ ത്രില്ലർ പടങ്ങൾ അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാതെ തന്നെ പടം നമുക്ക് നല്ല വൃത്തിയായി കാണാൻ പറ്റിയിരുന്നു. ഈ സ്ഥിരം ചെയ്യുന്ന ട്രാക്ക് മാറിയപ്പം കുറച്ചുകൂടി ബെറ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നല്ല പടങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കാം. ഈ ത്രില്ലർ എന്ന് പറയുമ്പോൾ ത്രില്ലടിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക കേസ് എന്ന് വെച്ചാൽ നമുക്ക് ആദ്യമേ അറിയാം ഇയാളല്ല എന്ന് നമുക്കറിയാം. പക്ഷെ ആരാണ് എന്തിനാണ് എന്നുള്ളത് എന്ന് വെച്ചാൽ ഇവർ കുറേ ആൾക്കാരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും അവരാണോ അല്ലേ. പക്ഷെ അവർ നന്നായിട്ട് ത്രില്ലടിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. എന്നാലും നല്ലൊരു സിനിമയായിരുന്നു.